ഹായ് ഡിയേഴ്സ്, അങ്ങനെ ഞാൻ എമ്പുരാൻ്റെ രണ്ട് ഭാഗം കണ്ട്. കട്ട് ചെയ്തതും കണ്ടു, കട്ട് ചെയ്യാത്തതും കണ്ട്. ഇന്ന് എനിക്ക് മനസ്സിലായത് ഇവർ നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. പടം ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ വലിയൊരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് ഫിലിം എന്നുള്ള ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പടത്തിനൊരു ഹൈപ്പ് കിട്ടാനുള്ള കാരണം ആ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എമ്പുരാൻ്റെ ടീം അതിന് ഉപയോഗിച്ചത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഫിലിമിൻ്റെ ടീം തന്നെയാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിട്ടുള്ളത്. വിവാദം വന്നതോടുകൂടി എന്നെപ്പോലുള്ള ആളുകൾ 2 പ്രാവശ്യം കണ്ടു. നോർമലായിട്ട് തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണാത്ത നോർമലായിട്ടുള്ള ആളുകൾ കട്ടിങ്ങിന് മുമ്പേ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ട്. അതോടുകൂടി എമ്പുരാൻ്റെ കളക്ഷനിൽ റെക്കോർഡ് കുതിപ്പാണ് ഉണ്ടായത്. വിവാദം കത്തിയോടുകൂടി അതിന് പുറമെ ന്യൂസ് ചാനലിലും മറ്റ് ചാനലിലും നല്ലൊരു ലീഡാണ് അവർക്ക് കിട്ടിയത്. അതോടെ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെൻറ്റും കിട്ടി. എങ്ങനെയായാലും അവർ ഉപയോഗിച്ച സ്ട്രാറ്റജി കൊള്ളാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു. വിവാദം വന്നതോടുകൂടി അവർക്ക് നല്ലൊരു ലീഡ്സാണ് കിട്ടിയത്. എങ്ങനെയായാലും അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച നല്ലൊരു ബ്രെയിനുള്ള ഒരാളാണ്. 8 നിലയിൽ പൊട്ടുന്ന പടം വഴി അവർക്ക് നല്ലൊരു കളക്ഷനാണ് അവർക്ക് കിട്ടിയത്. എങ്ങനെയായാലും അവർ ഉപയോഗിച്ച സ്ട്രാറ്റജി അപ്രീഷിയേറ്റഡ് ആണ്. വളരെ നല്ല ഒരു സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിച്ചത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.